ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഷെഫീൽഡിൽ നിന്ന് ഒരു അരമണിക്കൂർ ബൈ കാറാണെങ്കിൽ അതെവിടെ നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് ചാറ്റ്സ്വർത്ത്. അപ്പം നമ്മളിപ്പോൾ ചാറ്റ്സ്വർത്ത് വന്നേക്കാണ് കേട്ടോ. ഇത് പീക്കിലുള്ള ഒരു സ്പോട്ടാണ്, ബെസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ തന്നെ സൺസെറ്റ്, പിന്നെ ഇത് ലൈറ്റ് ഇടുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു കാസലാണെന്നാണ് ആൽബി പറയുന്നത്. അപ്പോൾ നമ്മൾ 4 പേരായിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഞാനുണ്ട്, ലിബിനുണ്ട്, ആൽബി ഉണ്ട്. ആൻഡ് അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ എന്താ കാണാം കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ആൽബി. ഹായ്. എന്തൊന്ന് അഗാധമായിട്ടുള്ള ബന്ധമാണ്. ആര് തമ്മില്? കാവൻഡിഷ് ഫാമിലി എന്റെ വീടായിരുന്നു. ടുഡേ ദ ഡ്യൂക്സ് ഓഫ് ഡിവൺഷെയർ എന്താ 475 വർഷങ്ങളോളം പഴക്കമുണ്ടാകും അതിന്. എൻ്റെ അമ്പോ, ആരെ പ്രായത്തിനേക്കാൾ? നിന്റെ പ്രായം. വേറെന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഒഫീഷ്യൽ വിക്കിപീഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഇവിടെ കേറണമെങ്കിൽ ഇവിടെ എല്ലാം 130 പൗണ്ടോളം ഒരു അടൽക്ക്. ആ ഗാർഡൻ ഉൾപ്പെടെ. ഓ മൈ ഗോഡ്. ഐസ്ക്രീം ഒന്നും കിട്ടില്ല. ഗാർഡൻ മാത്രമാണെങ്കിൽ 10-20 പൗണ്ടേ ഉള്ളു. അതേനാ എല്ലാം വരുന്നുണ്ട്. ഗൈസ്, നമ്മളപ്പോൾ അവിടെ സൺസെറ്റ് കാണാനാണ് വന്നത് ആക്ച്വലി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സൺസെറ്റ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ലിബിൻ്റെ ബ്രില്യൻ്റ് ഐഡിയ ആണ് നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ലൈറ്റ് പോകും എന്ന് ഓർത്തിട്ട് നമ്മളിപ്പോൾ ചാറ്റ്സ്വർത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ചാറ്റ്സ്വർത്തിനെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ആൽബിനെ തന്നോന്ന് എനിക്കറിയാം. എന്നാലും കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ കുറച്ച് ഈ വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗാർഡനിലേക്കുള്ള എൻട്രി. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം കയറുന്നില്ല. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇത് ഫുൾ ടൂർ എടുക്കണമെങ്കിൽ. ആൽബി നേരത്തെ പറഞ്ഞ പോലെ 140 pounds ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇതിനകത്ത് കയറുന്നില്ല. ബട്ട് നമ്മൾ എന്തായാലും ഒരു ദിവസം ഇതിനകത്ത് കയറുന്നതായിരിക്കും കേട്ടോ. ഹായ് സലീഷ്. ഒരു പാട്ട് പാടണ്ട. ഒരു പാട്ട് പാട്ടില്ല. നേരല്ല, ഇത് എമർജൻസി സിറ്റുവേഷൻ. ഇവിടുന്ന് കാണാൻ പറ്റില്ല. നേരെ അങ്ങേക്കര നമുക്ക് പോവാം. ലൊക്കേഷൻ ചേഞ്ച്. ആൽബി ഇവനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മര്യാദക്ക് ഇത് കാണാൻ പറ്റും തോന്നണില്ല. കാരണം എല്ലാ ഫ്രെയിമിലും നല്ല ഫ്രെയിമിൽ ഇവന്റെ മുഖം കൊണ്ടത് ഇങ്ങനെ കൊണ്ടത് വെക്കുക. ഒരു യൂട്യൂബർ How are you guys?
ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് ചേട്ടാ വലിച്ചു പിടിച്ച് കൈ ബാഗിലോട്ട് നിൽക്കേ കൈ വലിച്ചു പിടിക്കണം അയ്യേ നീ ഒന്നും ഉദ്ദേശിക്കണ അറിയാൻ പാടില്ലാന്ന് ചോദിക്കുക. ഒരു പണി നിങ്ങൾ അഭിനയിച്ച് കാണിച്ചാ. നമ്മൾ കുറച്ച് പീച്ചസും പിന്നെ കുറച്ച് ചെറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പീച്ച് ചെറി നമ്മൾ ഓൾറെഡി കഴിച്ചു. ഇപ്പൊ പീച്ച് ഉണ്ട് നമുക്ക്. ഇതുവരെ പീച്ച് നോക്കിയിട്ടില്ല. ആദ്യമായിട്ട് തിന്നണത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പീച്ച് ഈ വ്യൂവിൽ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഇതിലൊരു വെൽവെറ്റ് ടെക്സ്ചർ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കഴുകാന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നണില്ല അത് കഴുകിയിട്ടും പോകുന്നു. ഓക്കെ മാറിയോ? ഇല്ല, നല്ലൊന്ന് കഴുകിയിട്ട് കഴിക്കാൻ മതി. ഓക്കെ മതി. ഈ ഫ്രെയിമിൽ ഫ്രെയിം മാറോ ചേട്ടാ? ഒന്ന് മാറും കേട്ടോ. പല്ലോട്ട് സ്വന്തം കേട്ടോ. ഇതിൽ കുറച്ച് മധുരം കുറവാണ്. ഇത് ഇത്രയും മധുരമുള്ളോന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇതുവരെയായിട്ട് കഴിച്ചിട്ടുണ്ടോ? യു നമ്മളെല്ലാവരും ആദ്യമായിട്ട് കഴിക്കണോണ്ട് നമുക്ക് ഇതിന് ഇനിയും മധുരം വെക്കുമോന്ന് അറിയില്ല. എന്തായാലും സാധനം കൊള്ളാം കേട്ടോ. ടെസ്കോലൊക്കെ ഉണ്ട്. ടെസ്കോലല്ല, നമ്മൾ ലിഡിലിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ലിഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ പീച്ചൊക്കെ. ഇനി അടുത്ത് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ആൽബി പറയുന്നത് റെക്കമെൻഡ് ചെയ്യില്ല എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്കിതൊക്കെ കഴിച്ചിരിക്കാമല്ലോ. നമ്മൾ പീച്ച് ജ്യൂസൊക്കെ കഴിക്കാമല്ലോ. അടുത്ത് നമ്മുടെ ഉള്ളത് ചോക്ലേറ്റ് ഹേസൽനട്ട് ക്രിപ്സ് ആണ് കേട്ടോ. അത് കറക്റ്റ് 4 ഉണ്ട്. അപ്പോൾ ഇതാർക്കൊക്കെ വേണം? ഓക്കെ, ഇത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നല്ല ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ചാറ്റ്സ്വർത്ത് കാണാൻ വന്നതോ കഴിക്കാൻ വന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. കണ്ടുകൊണ്ട് കഴിക്കാനുണ്ടോ? പക്ഷെ നമ്മൾ ഈ വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ വന്നതാണ്. പക്ഷെ നമ്മൾ ഐസ്ക്രീം പ്രതീക്ഷിച്ചായിരുന്നു കിട്ടുന്നു. പക്ഷെ കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഐസ്ക്രീം കഴിക്കും. നമുക്കിത് തിന്നാം. ഇതൊരു ചപ്പാത്തി പോലത്തെ സാധനം. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്. ചപ്പാത്തി അല്ല, ദോശ പോലെ. ദോശ പോലെ ഇരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോ നല്ല മെൽറ്റായി, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് അതും കട്ടപ്പയാ ഇടുക്കി കട്ടപ്പനന്ന് കൊണ്ടുവന്ന കപ്പ വാർത്തതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യല്. അത് നമുക്ക് കൊണ്ടുവന്നത് ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ ലിബിൻ ബെന്നിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നല്ല ഇതന്നെ, നാട്ടിലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചില്ലി കപ്പ അല്ല, ചില്ലി കപ്പ, എരിവുള്ള കപ്പ, കപ്പാർത്ത്. സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മുടെ ചാറ്റ്സ്വർത്തിന്റെ ഫ്രണ്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കൂടി കുറേ ഡക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണ്ണിൽ കൂടെ കാണുന്നതും അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറീസ് ഉണ്ട്. ബട്ട് അതൊന്നും നമുക്ക് ക്യാമറയിൽ എത്ര കണ്ടു പിടിച്ചിട്ട് പറ്റുന്നില്ല. അപ്പം നിങ്ങൾ UK യിലുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് വന്നിട്ട് ചാറ്റ്സ്വർത്ത് വിസിറ്റ് ചെയ്യുക. ഗൈസ്, അപ്പം നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറെ കായ വറുത്തതും ചക്ക വറുത്തതും ഒക്കെ കഴിച്ചു. അതുപോലെ തന്നെ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു. കണ്ടോ, ഒരാള് വിദൂരതയിലിരുന്ന് ചക്ക വറുത്തത് കഴിക്കുന്നു.
ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ട് നോക്കിയിരുന്ന് ചക്കുറത്ത് അയക്കുന്നത്. അപ്പം പയ്യെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ബിക്കോസ് നമുക്ക് ഉബർ ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ, ടാറ്റ. ഹായ്. പല്ലോട്ട് സോണാണ് കേട്ടോ. ഒഫീഷ്യൽ വിക്കിപീഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ.